ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് നമുക്ക് അന്നക്കുട്ടിയുടെ മാമുദീസ കാണാം. അന്നക്കുട്ടിയുടെ മാമുദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ക്രിസ്ത്യൻസ് അവരുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുമത വിശ്വാസത്തിൽ വളർത്താം എന്ന് തീരുമാനിക്കുന്നതും അതോടെ ക്രിസ്തുവിൽ ഒരു പുതിയ ജനനം അതാണ്. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്കും അല്ല ക്രിസ്ത്യനായിട്ട് വളർത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും പള്ളിയിലത്തേക്ക് ഒരു പുതിയ പേരും ഒക്കെ കൊടുക്കും ആ ടൈമിൽ. അപ്പോൾ അങ്ങനൊരു ചടങ്ങാണ് കേട്ടോ. അപ്പം സാധാരണ അത് നടത്തുന്നത് കുഞ്ഞു പിള്ളേരുണ്ടായിട്ട് ഒരു 3 മാസത്തിനകത്ത് നമ്മൾ പരിപാടി നടത്തും. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വേറെ ആളില്ല, അല്ലെങ്കിൽ അപ്പനും അമ്മയും അടുത്തില്ല, അല്ലെങ്കിൽ അവർ പുറത്താണ്, പള്ളിയുടെ അടുത്തല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ആൾക്കാരുണ്ട്. 10 വയസ്സ്, 15ാമത്തെ വയസ്സ്, 7 വയസ്സ് അങ്ങനെ നടത്തുന്നവരുണ്ട്. നോർമലി നമ്മൾ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് നടത്തും. ഇവളുടേത് ഞാനൊരു 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നടത്തി. കാരണം ഇവൾ ജനിച്ച സെപ്റ്റംബറിൽ, മാമോദിസ നടത്തുന്നത് നവംബറിലാണ്. കാരണം എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. അപ്പം അതാണ് ചടങ്ങ്. ഇനി ചടങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. മാമോദിസ നടത്തുന്നത് നോർമലി ആദ്യത്തെ മാമോദിസ പെണ്ണിൻ്റെ വീട്ടിലാണ്, അതായത് അമ്മയുടെ വീട്ടിലാണ്, കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടിലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെയാണ് നടത്തിയത്. ഞങ്ങളുടെ 2 മാമോദിസയും ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെയായിരുന്നു. കാരണം ഞങ്ങളിപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് ലൂർദ് പള്ളിയുടെ ഇടവക ചേർന്നേക്കുവാണ്. അപ്പം ആ പള്ളി വെച്ച് അങ്ങ് നടത്തുകയാണ് ചെയ്തത്. ഇനി ഇവിടെ മാമോദിസ മുക്കുന്നതിനും ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ കുഞ്ഞിനെ മാമോദിസ മുക്കുന്നത് അപ്പൻ്റെ സൈഡിൽ നിന്ന്, അതായത് കുഞ്ഞിൻ്റെ അപ്പൻ്റെ സൈഡിലുള്ള പെങ്ങളും ഭർത്താവും ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ചേച്ചി ബി ചേച്ചിയും ഹസ്ബൻഡും ആണ് നടത്തേണ്ടത് ഒരു റൂൾ അനുസരിച്ച്. പക്ഷേ ബി ചേച്ചിക്കും ഹസ്ബൻഡിനും വരാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഉള്ളത് ബിനിയാണ്. ബിനി എന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ 3ാമത്തെ പെങ്ങളാണ്. ബി ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്ക് ബിൻസി ഉണ്ട്. ബിൻസിയും കഴിഞ്ഞിട്ടാണ് ബിനി. അപ്പം ബിനിയാണ് അന്നേരം കല്യാണം കഴിച്ചത്. ബിനിയുടെ കല്യാണവും ഞങ്ങളുടെ കല്യാണവും തൊട്ടടുത്തടുത്തായിരുന്നു. ഏപ്രിൽ മാസം തന്നെ ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് നമ്മുടെ 2 പേരുടെയും കല്യാണം നടന്നത്. അപ്പോൾ ബിനി അന്നേരം ലീവിന് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിനിയും ഹസ്ബൻഡുമാണ് കുഞ്ഞിൻ്റെ മാമോദിസ മുക്കുന്നത്. തലോട്ടപ്പനും തലോട്ടമ്മയെന്നും പറയും, ഗോഡ് ഫാദറും ഗോഡ് മദറും. ബിനി അന്ന് സൈപ്രസിൽ നേഴ്സായിരുന്നു, അന്നേരം ലീവിന് വന്നതായിരുന്നു. ഇപ്പം പുള്ളിക്കാരിക്ക് 2 പിള്ളേരുണ്ട്. അവർ ഫുള്ളി ചങ്ങനാശ്ശേരി സെറ്റിൽഡാണ്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആൾക്കാരെല്ലാം വന്നു, കുഞ്ഞിനെ ഒരുക്കി, പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ, പ്രാർത്ഥന, അത് കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് ഇറങ്ങുവാണ്. പക്ഷേ ഞാൻ ആകെ ഗതികെട്ട ഒരവസ്ഥയിലായിരുന്നു അന്നത്തെ ദിവസം. എന്താ വെച്ചാൽ തലേ ദിവസം 10:30 ആനി എണീറ്റതാണ്. 10:30 വരെ ഉള്ള ഉറക്കമായിരുന്നു, രാത്രി 10:30 വരെ. ഞാനന്ന് കിടക്കാം, പിറ്റേന്ന് ഞാൻ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യും, മേക്കപ്പ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചതും ഇവളെ എണീറ്റു. നോർമലി അങ്ങനെ തന്നെ ആയിരുന്നു. 10:30 എണീറ്റിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് ചടങ്ങ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ 9:30 വരെ ഇവളെ എണീറ്റ് കുത്തിയിരിക്കുമായിരുന്നു. മനുഷ്യന് ഉറക്കവും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഉറങ്ങട്ടെ, ഞാൻ മാത്രം എണീറ്റിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാനും ഇവളെയും പിടിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കലായിരുന്നു രാത്രി മൊത്തം എൻ്റെ ജോലി. ഇവൾ കരയത്തൊന്നുമില്ല, പക്ഷേ ഇവൾ ഉറങ്ങത്തില്ല, മനസ്സിലായോ. പിന്നെ ചില സമയത്ത് വളരെ അങ്ങ് കരയുകയും ചെയ്യും. എന്നാലും നമുക്കൊരു പേടിയാണല്ലോ, കൊച്ചിനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് വലിയ പരിചയമില്ല, 2.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഇവളെയും പിടിച്ചുകൊണ്ട് TVയുടെ മുമ്പിൽ ഇരിക്കലായിരുന്നു എൻ്റെ ജോലി. രാവിലെ എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് എത്തുന്നു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കാണ് എനിക്ക് വെപ്രാളമായത്. ദൈവമേ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, ഇനി എന്തോ ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. 9 മണിയായപ്പോഴാണ് ഇവൾ ഉറങ്ങിയത്. ഇവളെ തൊട്ടിലേക്ക് കിടത്തിയിട്ടാണ് പിന്നീടാണ് ഞാൻ പോയിട്ട്. അപ്പോൾ രാവിലെ വരുന്നവർക്ക് കുറച്ച് ചായയും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചിയും രാവിലെ ബിസിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവളെ ഒന്ന് 9:30 ഒന്ന് ഉറക്കി പലരുടെയും കയ്യിലൊക്കെ കൊടുത്ത് ഒരു 3/4 മണിക്കൂർ എങ്ങാണ്ട് ഞാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. അനിയത്തിയുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ ഞാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓടിച്ചാടിപ്പോയി ഡ്രസ്സ് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് വന്നു. പിന്നെ ഇവളെ ഉറക്കുന്ന ചടങ്ങാണ്. അതിനേക്കാളും വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ 9:30 കിടന്ന അവൾ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ്
വൈകിട്ട് 3:30 പിന്നെ എണീറ്റത്. അതായത് തലയിൽ നമ്മൾ ഇങ്ങനെ ആനവെള്ളം തളിച്ചാണ് മാമോദിസ മുക്കുക എന്ന് പറയുന്നത്. സാധാരണ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല, തലയിൽ കൂടെ വെള്ളം ഒഴിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അന്നേരം ഒന്ന് ചെറിയായിട്ടൊന്ന് ഞെരങ്ങിയതല്ലാതെ പിന്നെ ഈ കൊച്ച് എണീറ്റിട്ടില്ല മനുഷ്യൻ. പക്ഷേ അതുകൊണ്ട് അത് ഭാഗ്യമായി. ഇത് ചടങ്ങിൻ്റെ സമയത്തൊന്നും ഉള്ളിൽ യാതൊരു ബഹളവും ഇല്ല, ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങുവാണ്. തലോട്ടപ്പനും തലോട്ടമ്മയാണ് കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നത്. നമ്മുടെ ലൂർദ് പള്ളി വെച്ചായിരുന്നു മാമോദീസ. ലൂർദ് പള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ്. ഇപ്പം ഈ ലൂർദ് പള്ളിയുടെ ഇൻറ്റീരിയറൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സ്വർഗം തുറക്കുന്ന പോലത്തെ ഒരു ഇൻറ്റീരിയറൊക്കെയാണ്, ഒത്തിരി മാറിയിട്ടുണ്ട്, ഇത്രയും വർഷമായില്ലേ. അപ്പം മാമോദിസ നടത്തിയത് ഫാദർ ജോൺ വി തടത്തിലാണ്. തടത്തിലച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ മനസ്സമ്മതം നടത്തിയത്. അച്ഛനെ ഞങ്ങൾക്ക് നല്ലോണം പരിചയമുണ്ട്. അപ്പം അന്ന ജനിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 7-ാം മാസത്തിൽ എനിക്ക് റുബല്ല വന്നിട്ട് ഡോക്ടേഴ്സ് എല്ലാം അബോർട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അന്നേരം ഈ ഡിസിഷൻ എടുക്കാനാണേലും പ്രാർത്ഥനയ്ക്കായാലും ഞാൻ ഓടി പോയിക്കൊണ്ടിരുന്നത് ഈ അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു ഡിസിഷൻ എടുക്കാനാണെങ്കിലും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനൊക്കെ ആണെങ്കിലും അച്ഛൻ എന്നെ ഒത്തിരി സഹായിച്ചതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ തന്നെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒത്തിരി തിരക്കുള്ള ആളാണ്, പക്ഷേ അന്നേരം അവിടെ ഉണ്ടായിരുന്നത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഒരാളെ പുതിയതായിട്ട് പള്ളിയിലോട്ട് ചേർക്കുമല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ചുരുക്കം ചില ചടങ്ങുകൾ മാത്രമാണ് പുരോഹിതനും മറ്റ് ശുശ്രൂഷികളും എല്ലാം പള്ളിയുടെ ആനവാതിക്കൽ വരെ വന്ന് ആ ഒരു മെമ്പറിനെ സ്വീകരിച്ച് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചുരുക്കം ചടങ്ങുകളേ ഉള്ളൂ. ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ അങ്ങ് അകത്ത് കയറി പോവുക ചെയ്യുന്നത്. ആരും വന്ന് ആനയിക്കാനൊന്നും നിൽക്കത്തില്ല. ഇതുപോലെ മാമോദീസ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ചടങ്ങാണ്. പുതിയതായിട്ട് മെമ്പറിനെ പള്ളിയിലോട്ട് ചേർക്കുമല്ലോ, അപ്പം പുരോഹിതനൊക്കെ വന്ന് സമ്മതമൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ തുടരുമോ? അപ്പം കുഞ്ഞിന് ഉത്തരം പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ തലോട്ടപ്പനെയും തലോട്ടമ്മേനെയൊക്കെ വെച്ചേക്കുന്നത്. അവരുടെ ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞിനെ നമ്മുടെ ഈ ഒരു രീതികളിൽ തന്നെ നടത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് അവരാണ് സമ്മതം മൂളുന്നത്. യെസ്, നമ്മൾ ഇങ്ങനെ നടന്നോളാം, അല്ലെങ്കിൽ ഇല്ല വിശ്വാസവും ഏറ്റു പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നത് ഇവിടെ വെച്ചാണ്, ആനവാതിക്കൽ വെച്ചാണ്. ഇനി ഇതിന് ശേഷമാണ് നമ്മളെ പള്ളിക്കകത്തോട്ട് കയറ്റിയിട്ട് പിന്നീടാണ് മാമോദീസയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് മാമോദീസയുടെ ചടങ്ങ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ഒരു സാധാ ഡ്രസ്സ് ഇടിപ്പിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതിന് ശേഷം തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് തലയൊക്കെ തോർത്തിയതിന് ശേഷമാണ് ഈ പുത്തൻ ഉടുപ്പ് ഇടേണ്ടത്. പക്ഷെ ഞങ്ങൾ ആ ഉടുപ്പ് ഇട്ടുകൊണ്ട് അങ്ങ് പോയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കപ്പ്യാർ ചോദിച്ചു. കപ്പ്യാർ എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ മയക്കി പിടിച്ചിട്ട് നിൽക്കുന്നതാണ്, സഹായിയാണ്, അച്ഛൻ്റെ സഹായിയാണ്. കപ്പ്യാർ ചോദിച്ചു ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു, തുണി പുതിയ ഡ്രസ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോഴാണ് പിന്നെ പുതച്ചോണ്ട് പോയ ആ ടവലെടുത്ത് പുതിയ വസ്ത്രം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് തോർത്തി ആ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സ് ഉണ്ടല്ലോ, ഗൗൺ, അതാണ് ഇപ്പോൾ ബാപ്റ്റിസം ഗൗൺ എന്നൊക്കെ പറഞ്ഞ് ബാപ്റ്റിസം സെറ്റും കാര്യങ്ങളൊക്കെ. അന്നേരം എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആർക്കും തന്നെ വിവരമില്ലായിരുന്നു. കാരണം ചങ്ങനാശ്ശേരിയിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. അതായത് ചങ്ങനാശ്ശേരിയിൽ പള്ളികളിൽ മാമോദീസ മുങ്ങാൻ ചെല്ലുമ്പോൾ കുഞ്ഞിനെ ഉടുപ്പ് പോലും ഇടിപ്പിക്കത്തില്ല. അതായത് ജസ്റ്റ് ഡയപ്പർ കെട്ടിച്ചങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളൂ. അവിടെ ചെന്ന് കുഞ്ഞിനെ തലയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഉടുപ്പ് ഇടിപ്പിക്കുന്നത്. അത് അപ്പോൾ സ്വർണ്ണമോ ഉടുപ്പോ ഒന്നും ഇടിപ്പിക്കാൻ പാടില്ല ചങ്ങനാശ്ശേരി ആ ഏരിയയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിളിച്ച് ചോദിച്ചാണ്, പക്ഷേ എനിക്കിങ്ങനെ രണ്ടാമതൊരു ഉടുപ്പ് കൊണ്ടുചെല്ലണോ എന്നുള്ളതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു കേട്ടോ. അതെന്തായാലും ആനിയുടെ സമയത്ത് ഞാൻ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഡ്രസ്സ് മാറുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. കൊച്ചു കിടന്നുകാരെയും നമ്മൾ ഈ ഡ്രസ്സ് ഊരണം, ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. എന്തായാലും അത് രക്ഷപ്പെട്ടു. ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയ ഒരു ടവലാണ് എടുത്ത് പുതിയ ഈ വേഷം ധരിക്കൂ, നീ
ക്രിസ്തുവിൽ പുതിയ ജന്മമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കൊടുക്കുന്നതാണ്. എന്തായാലും അത് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആ ടൈമിൽ മാമോദീസയുടെ ഒപ്പം തന്നെ തിരുരക്തം കൂടെ കൊടുക്കും കുഞ്ഞിന്. ഇതൊക്കെ പണ്ട് കാലത്തുള്ള മാമോദീസകളിലൊന്നും ഇല്ല. ഇതിപ്പം റീസെൻ്റായിട്ട് മാമോദീസകളിലെല്ലാം കുർബാനയും സ്ഥൈര്യലേപനവും പിന്നെ മാമോദീസയും എല്ലാം കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോന്ന് കൂദാശകളാണ് കേട്ടോ. ഞങ്ങൾക്ക് 7 കൂദാശകളുണ്ട്. വിവാഹം, തിരുപ്പട്ടം, പിന്നെ മാമോദീസ, അങ്ങനെ പറഞ്ഞിട്ട് സ്ഥൈര്യലേപനം, രോഗീലേപനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 കൂദാശകളോളം ഉണ്ട്. അതിൽ 3 തുടക്കത്തിൽ തന്നെ കൊടുക്കും. ഇപ്പമൊക്കെ തുടക്കത്തിൽ കൊടുക്കും. പിന്നെ ഇതിൽ ഈ സ്ഥൈര്യലേപനവും എനിക്ക് തോന്നുന്നു സ്ഥൈര്യലേപനമല്ല, എനിക്ക് തോന്നുന്നു ഈ കുർബാന നമ്മൾ പിന്നീട് 10ാമത്തെ വയസ്സിൽ പിന്നീട് അന്നയുടെ ആദ്യ കുർബാനയുടെ വീഡിയോസ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുർബാന നമ്മളൊന്നും കൂടെ കറക്റ്റായിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പിന്നീട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരോ ചടങ്ങുകളാണ്. അപ്പോൾ അതും കൂടെ ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ അന്നയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർബാനയും മാമോദീസയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അടിയാണ്, ഉച്ചയ്ക്കത്തെ ഊണാണ്. അപ്പോൾ അത് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു ഫുഡ് സെർവ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നവരെല്ലാം എനിക്കൊന്ന് ബസ്സിലാണ് വന്നത്. അപ്പോൾ അവർ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് വരാനായിട്ട് നിന്നില്ല, അവരവിടെ നിന്ന് തന്നെ പോയി. സമയം അപ്പം തന്നെ ഏതാണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡ് സെർവ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് ഒരു 2:30-3 മണിയായി. അപ്പോൾ പിന്നെ ആരും തിരിച്ച് വീട്ടിലോട്ടൊന്നും വരാൻ നിന്നില്ല, രാവിലെ വന്നാണല്ലോ. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം സംസാരിച്ച് പള്ളിമുറ്റത്ത് തന്നെയൊക്കെ കുറച്ച് നേരം നിന്ന് വാചകമൊക്കെ അടിച്ചേച്ച് എല്ലാവരും പിന്നെ തിരിച്ച് അവർ ചങ്ങനാശ്ശേരിയിലോട്ടും പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടും വന്നു. അപ്പം ഞങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെ ഒത്തിരി ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. ബന്ധുക്കളെന്ന് പറയാനായിട്ട് ബിജുവിൻ്റെ സൈഡിൽ നിന്നാണ് ഒത്തിരിയും ബന്ധുക്കൾ വന്നത്. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു അമ്മയുടെ ആങ്ങളെയും മോനും പിന്നെ അമ്മയുടെ ചേച്ചിയുടെ ഫാമിലി മൊത്തം പിള്ളേരും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചിയുടെ 2 സഹോദരങ്ങളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സൈഡിൽ നിന്ന്. അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ വന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് മാമോദീസ എന്ന് പറയുന്ന സംഭവം. ഇനിയിപ്പം ആനിക്കുട്ടിയുടെ മാമോദീസയ്ക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് നടത്തിയൊരു ചടങ്ങാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.